അടുത്തതായി ഈ വർഷത്തെ കണക്ക് അവതരണത്തിനായി കാത്തിരിക്കുന്ന നിങ്ങളുടെ മുൻപിലേക്ക് നമ്മുടെ തേൻകനിയുടെ ട്രഷറർ തോമസിനെ സ്നേഹപൂർവ്വം അത് അവതരിപ്പിക്കുന്നതിനായി ക്ഷണിക്കുന്നു. ദൈവത്തിന് സ്തുതി. വേദിയിലിരിക്കുന്ന തേൻകനി കുടുംബത്തെ നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കാൻ പ്രാപ്തനായ നമ്മുടെ പ്രസിഡന്റ്, അതായത് കഴിവ് തെളിയിച്ച നമ്മുടെ പ്രസിഡന്റ് മാത്യു, അതുപോലെ തേൻകനിയുടെ ഭാരവാഹികളെ, നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്ന പൂർവാധ്യാപകരെ, സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ, തേൻകനി കുടുംബാംഗങ്ങളെ, ഒരു നല്ല ഓട്ടക്കാരൻ അവൻ ഓടുന്ന സമയത്ത് തന്നെ ഓടാൻ പഠിപ്പിച്ചവരെയോ കൂടെ ഓടുന്നവരെയോ നോക്കാറില്ല. അവൻ തന്റെ ഓട്ടം അത് ആ റിബൺ ക്രോസ് ചെയ്തതിന് ശേഷമേ അവന്റെ ഓട്ടത്തിന്റെ സ്പീഡ് കുറയ്ക്കുന്നു. തന്റെ കൂടെ ഓടിയവരെയും തന്നെ പ്രോത്സാഹിപ്പിച്ചവരെയും എല്ലാം സാധാരണ തിരിഞ്ഞു നോക്കാറുള്ളൂ. ഇപ്പോൾ നമുക്ക് ആ തിരിഞ്ഞു നോട്ടത്തിന്റെയും അങ്ങോട്ടുള്ള പരസ്പര ബന്ധം പുതുക്കലിന്റെയും അവസരമാണ്. ഈ അവസരം നമുക്ക് ദൈവം ഒരുക്കി തന്നതാണ്. ആരും ഇത് ഒരു നഷ്ടമാക്കരുത്. ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ വളരെ ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടെ മാത്രമേ തിരിച്ചു പോകാവുള്ളൂ. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ ഒരു കൊല്ലത്തെ നമ്മുടെ കണക്കാണ് അവതരിപ്പിക്കുന്നത്. ആദ്യമായിട്ട് തേൻകനി കമ്മിറ്റിയുടെ കണക്കാണ്. സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ SSLC 1981 ബാച്ച് കൂട്ടായ്മ തേൻകനി കമ്മിറ്റി വാർഷിക വരവ് ചിലവ് കണക്ക് 2024-25 വർഷത്തെ വരവ് മുൻ ബാക്കി തേൻകനി സംഘത്തിന്റെ വരവിൽ ബാക്കി 5722 രൂപ. തേൻകനി ടൂർ നടത്തിപ്പ് വരവ് 5848 രൂപ. ആകെ വരവ് 11,568 രൂപ. ചിലവുകള് സഹപാഠികളുടെ പരേതരായ മാതാപിതാക്കൾക്കും പൂർവ്വ അധ്യാപകർക്കും പുഷ്പചക്രം വെച്ചത് 9 എണ്ണമാണ് വെച്ചത്. 9 എണ്ണത്തിലൂടെ 4,200 രൂപ. തേൻകനി എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിംഗ് 9 കമ്മിറ്റികൾ ചേർന്നു. അതിന് ചായ, സ്നാക്സ് ഇവയ്ക്ക് വേണ്ടിയുള്ള ചെലവ് 1,930 രൂപ. തേൻകനി എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിംഗ് ഹാൾ വാടക, ലയൺസ് ക്ലബിന്റെ ആ ഹാളിലാണ് നമ്മൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിംഗ് കൂടുന്നത്. 1,500 രൂപ. സ്റ്റേഷനറി കണക്കുകൾ DTP ഇവയെടുത്തത് തേൻകനി 2024 വരവ് ചെലവ് കണക്കുകൾ, ഭാരവാഹി പട്ടിക മുതലായവയ്ക്ക് വേണ്ടി ചെലവായത് 320 രൂപ. വാർഷിക കണക്കുകൾ, ചാരിറ്റി ഫണ്ട് കണക്കുകൾ, DTP ഇവയ്ക്കാണ് ആകെ ചെലവ് 150 രൂപ. അങ്ങനെ മൊത്തം 8,100 രൂപയാണ് നമുക്ക് വരവുള്ളത്. ആകെ വരവ് 11,568 രൂപ. ആകെ ചിലവ് 8,100 രൂപ. ബാക്കി 3,468 രൂപ. രണ്ടാമത്തെ കണക്ക് തേൻകനി ചാരിറ്റി കമ്മിറ്റിയുടെയാണ്. കൂട്ടായ്മ തേൻകനി കമ്മിറ്റി ചാരിറ്റി വരവ് ചെലവ് കണക്കുകൾ. വരവ് ചാരിറ്റി ഫണ്ട് വരവ് ആകെ 23 പേര്, 30,100 രൂപ. കത്രീന തോമസ് ചികിത്സാ സഹായ ഫണ്ട് ആകെ 29 പേര് സഹകരിച്ചു, 34,300 രൂപ. ആകെ വരവ് 64,400 രൂപ. മൂഴിയിൽ പുത്തൻവീട്ടിൽ രാജീവിന് കരൾമാറ്റ ശസ്ത്രക്രിയക്ക് നമ്മൾ കൊടുത്തത് 5,000 രൂപ. തേൻകനി സഹപാഠിക്ക് കുടുംബസഹായ ഫണ്ട് നൽകിയത് 10,000 രൂപ. കത്രീന തോമസിന് ഹൃദയ ശസ്ത്രക്രിയ കൊടുത്തത് 30,000 രൂപ. ചാരിറ്റി അക്കൗണ്ട് ബുക്ക് വാങ്ങിയതിന് 60 രൂപ. മൊത്തം നമുക്ക് ചെലവ് 45,060 രൂപ. ആകെ വരവ് 64,400. ആകെ ചെലവ് 45,060 രൂപ. നീക്കി ബാക്കി 19,340 രൂപ. ഇത്രയുമാണ് തേൻകനി കമ്മിറ്റിയുടെ കണക്ക്. ഈ കണക്ക് കമ്മിറ്റി ഈ പൊതുയോഗ സമക്ഷത്തിൽ പ്രസിഡന്റിന് സമർപ്പിക്കും. താങ്ക് യു. അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന തേൻകനിയുടെ അമരക്കാരനും എല്ലാ കാര്യങ്ങളും സമചിത്തതയോടെ കൈകാര്യം ചെയ്യാൻ പ്രാപ്തനും തേൻകനിയുടെ പ്രസിഡന്റുമായ മാത്യു ടിറ്റിയെ അധ്യക്ഷ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. തേൻകനി 2025 സംഗമം ഉദ്ഘാടനം നിർവഹിച്ച കോടഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്റെ ബഹുമാന്യ പ്രസിഡന്റ് ശ്രീ അലക്സ് തോമസ്, ഈ വാർഡിന്റെ മെമ്പറും നമ്മുടെ സഹപാഠിയുമായ ശ്രീമതി ലിസി ചാക്കോ,
നമുക്കിന്ന് മുഖ്യ സന്ദേശം നൽകുന്ന സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പ്രിൻസിപ്പാൾ ബഹുമാനോട് ബിജോയ് സാർ, ഞങ്ങളുടെ അറിവിന്റെ ലോകത്തെ കൈപിടിച്ചുയർത്തിയ ഏറെ ആദരണീയരായ പ്രിയ അധ്യാപകരെ, അനധ്യാപകരെ, സ്വാഗതം ആശംസിക്കുന്ന സിസ്റ്റർ ജോളി റോസ്, മറ്റ് കമ്മിറ്റി അംഗങ്ങളെ, സബ് കമ്മിറ്റി കൺവീനർമാരെ, വിദേശത്തും സ്വദേശത്തുമായി ഇവിടെ എത്തിച്ചേർന്ന പ്രിയ സഹപാഠികളെ, എല്ലാവർക്കും എന്റെ സ്നേഹവന്ദനം. ഈ വേദിയിൽ നിൽക്കുമ്പോൾ ഇന്ന് ഒത്തിരി സന്തോഷം തോന്നിയ ദിവസമാണെന്ന്. കാരണം 44 വർഷം മുമ്പ് നമ്മൾ 1981 SSC ബാച്ച് സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പടിയിറങ്ങിയതാണ്. അതിനുശേഷം നമ്മൾ പലരും ചിലപ്പോൾ കണ്ടുമുട്ടിയിട്ടുണ്ടാവില്ല. ജീവിതത്തിന്റെ പല മേഖലകളിലേക്ക് നമ്മൾ തിരിഞ്ഞുപോയി. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും വിദേശങ്ങളിലുമായി നമ്മുടെ പല സഹപാഠികളും ചേക്കേറിയിട്ടുണ്ട്. അറിവിന്റെ വെളിച്ചം നമുക്ക് തെളിച്ചു എന്ന പ്രിയ അധ്യാപകരെ പിന്നീട് പലരും നമ്മൾ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടാവില്ല. പൂർവ്വ അധ്യാപകരിൽ ചിലരൊക്കെ നമ്മെ വിട്ടുപിരിഞ്ഞു പോയിട്ടുണ്ട്. അവരെ ഏറെ ആദരവോടും ബഹുമാനത്തോടും കൂടി ഈ വേദിയിൽ ഞാൻ ഓർമ്മിക്കുകയാണ്. മാതാപിത ഗുരു ദൈവം എന്നാണല്ലോ നമ്മൾ പഠിച്ചിട്ടുള്ളത്. നമ്മുടെ സ്കൂൾ ജീവിതകാലത്ത് നമ്മുടെ അധ്യാപകരെ നാം ഏറെ ബഹുമാനിക്കുകയും ആദരിക്കുകയും അതുപോലെ തെല്ല് ഭയത്തോടുകൂടിയൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എന്നാൽ ഇന്ന് കാലം മാറി, നിയമങ്ങൾ മാറി, പഠിപ്പിക്കലിന്റെ രീതി മാറി, ബാലാവകാശ നിയമങ്ങൾ വന്നു. നമ്മുടെ ഇപ്പോഴുള്ള ഗുരുശിഷ്യ ബന്ധത്തിൽ വളരെയധികം വിള്ളലുകൾ സംഭവിച്ചിട്ടുണ്ട്. പത്രമാധ്യമങ്ങളിലൂടെയും മറ്റ് മാധ്യമങ്ങളിലൂടെയും നമ്മൾ അത്തരം വാർത്തകൾ നമ്മൾ കേൾക്കാറുമുണ്ട്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ അധ്യാപകർക്ക് ഭയമാണ് കുട്ടികളെ. പണ്ട് കുട്ടികൾക്ക് അധ്യാപകർ ഭയമായിരുന്നെങ്കിൽ ഇന്ന് തിരിച്ചാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എല്ലാവരും പറയാൻ തുടങ്ങി, വടി തിരിച്ച് അധ്യാപകരുടെ കയ്യിൽ കൊടുക്കൂ എന്ന് പറയാൻ തുടങ്ങിയ കാലഘട്ടത്തിൽ മാറിയിരിക്കുകയാണ്. അതുപോലെ നമ്മുടെ ചില പ്രിയപ്പെട്ട നമ്മുടെ സഹപാഠികൾ നമ്മെ വിട്ടുപിരിഞ്ഞു പോയിട്ടുണ്ട്. അവരുടെ ആ നല്ല ഓർമ്മകൾ നമ്മുടെ ഹൃദയത്തിൽ ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ടാവാം. ഈ ഓർമ്മകളൊക്കെ ഇവിടെ നിലനിൽക്കുമ്പോൾ തന്നെ ഇന്ന് നമ്മൾ പരസ്പരം കാണുന്നതിനും സ്നേഹം പങ്കുവെക്കുന്നതിനും ഈ സ്നേഹക്കൂട്ടായ്മ വേദിയായി ഈ തേൻകനി സംഘം മാറിയിരിക്കുകയാണ്. ഏറെ കാലങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയ അധ്യാപകർക്കും അതുപോലെ നമ്മുടെ നോൺ ടീച്ചിങ് സ്റ്റാഫിനും സഹപാഠികൾക്കും കഴിഞ്ഞ കാലത്തിന്റെ നല്ല ഓർമ്മകൾ പങ്കുവെക്കാനുണ്ടാവും. നമ്മളോട് ഒത്തിരി കാര്യങ്ങൾ അവർക്ക് പറയാനുണ്ടാവും. കാലമേറെ കഴിഞ്ഞു പോയാലും കഴിഞ്ഞ കാലത്തിന്റെ ഓർമ്മകൾ നമ്മുടെ മനസ്സിന്റെ കോണുകളിൽ തങ്ങി നിൽക്കുന്നുണ്ടാവും. ആ ഓർമ്മകളെ തട്ടിയുണർത്തുവാൻ ഈ സംഘം ഒരു വേദിയാവട്ടെ. 2024 മെയ് 25 നമ്മുടെ ആദ്യ സംഗമം നടത്തിയപ്പോൾ പ്രിയ അധ്യാപകരെ ക്ഷണിച്ചതിനെ കുറിച്ച് നമ്മൾ ഒത്തിരി വിശദമായി ചർച്ച ചെയ്തതാണ്. എന്നാൽ എത്ര സഹപാഠികൾ ആ 2024 തേൻകനി സംഘം പങ്കെടുക്കും എന്ന് നമുക്ക് വ്യക്തമായി അറിവില്ലാത്തതിനാൽ ആളുകൾ വളരെ കുറഞ്ഞു പോയാലും നമുക്ക് മോശമാവുമല്ലോ. അതുകൊണ്ട് അടുത്ത സംഗമത്തിൽ നമ്മൾ അധ്യാപകരെ ക്ഷണിക്കാമെന്നാണ് നമ്മൾ തീരുമാനിച്ചിരുന്നത്. അവരെ ആ സമയത്ത് അവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും നമ്മൾ പ്രത്യേകമായി തീരുമാനിക്കുകയായിരുന്നു. ആ തീരുമാനം ഇന്ന് സാക്ഷാത്കരിക്കപ്പെട്ടതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. എന്തിനാണ് ഇങ്ങനെയൊരു കൂട്ടായ്മ, എന്താണ് ഇതിന്റെ ഉദ്ദേശം എന്നൊക്കെ പലരും ചിന്തിക്കുകയും ചോദിക്കുകയും ചെയ്യാറുണ്ട്. നമ്മളിൽ പലരുടെയും വിവാഹിതരായ മക്കൾ അല്ലെങ്കിൽ അവിവാഹിതരായ മക്കൾ ജോലിക്കും പഠനത്തിനുമായി വിദേശ രാജ്യങ്ങളിലോ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലൊക്കെ ആയിട്ട് പോയിരിക്കുകയാണ്. പല കുടുംബങ്ങളിലും മാതാപിതാക്കൾ മാത്രമായി തീർന്ന അവസ്ഥയിൽ എത്തിയിരിക്കുന്നു. ജീവിതത്തിന്റെ പ്രാരാബ്ധങ്ങൾക്കിടയിൽ ഒറ്റപ്പെട്ട അല്ലെങ്കിൽ ഒറ്റപ്പെടലിന്റെ നിസ്സഹായയുടെ അവസ്ഥയിലാണ് പല കുടുംബങ്ങളിൽ നിന്ന് കഴിയുന്നത്. പരസ്പരം താങ്ങും തണലുമാകാൻ ഇന്ന് ആളുകളില്ല. പണ്ടൊക്കെ നമ്മൾ ഓർക്കുന്നുണ്ടാവും. പണ്ടൊക്കെ നമ്മൾ വീടുകളിൽ കല്യാണം നടത്തുമ്പോൾ അല്ലെങ്കിൽ വിശുദ്ധ അങ്ങനെ പ്രത്യേകമായ കാര്യങ്ങളൊക്കെ വരുമ്പോൾ എല്ലാവരും ഒരുമിച്ച് ചേർന്നാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് കാലം മാറി, കഥ മാറി, എല്ലാം ഒരു പ്രത്യേക സെറ്റപ്പിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ ജീവിക്കുക. ഒരു അസുഖം വന്നാൽ കൂടെ നിൽക്കാൻ ആളില്ല, ഒന്ന് സഹായത്തിന് വേണ്ടി വന്നാൽ ആളില്ല. ആ ഒരവസ്ഥയിലേക്ക് നമ്മുടെ ഈ സാഹചര്യം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. പണം എത്ര കാര്യം ഉണ്ടായിട്ടും കാര്യമില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പഴയ സഹപാഠികളെ കണ്ടുമുട്ടുന്നതിനും ഫോൺ കോളിലൂടെയെങ്കിലും അവരോട് സംസാരിക്കുന്നതിനും ഒരവസരം ഉണ്ടാകേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമായിരുന്നു. ഈ സാഹചര്യത്തിലാണ് നമ്മുടെ പ്രിയ സഹപാഠികളായ ശിവച്ചനും പ്രേമസനും മുൻകൈയെടുത്ത്
ഒരു വാട്സപ്പ് കൂട്ടായ്മയ്ക്ക് രൂപം നൽകിയതും അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതും. VD അഗസ്റ്റിൻ അതിന്റെ പ്രസിഡന്റായും ഞാൻ സെക്രട്ടറിയായും പോൾ പി വർഗീസ് ഖജാൻജിയായും രൂപീകൃതമായ ഒരു ഹഡ്കോർ കമ്മിറ്റി 3 മാസത്തെ തീവ്രമായ കഠിനമായ പ്രയത്നം കൊണ്ടാണ് നമ്മുടെ 1ാം സംഗമം നടത്തിയത്. അന്ന് നിലവിൽ വന്ന പുതിയ കമ്മിറ്റി ഈ കൂട്ടായ്മ സജീവം നിലനിർത്തുന്നതിന് പല പദ്ധതികളും ആവിഷ്കരിക്കുകയുണ്ടായി. റിപ്പോർട്ടിൽ നമ്മൾ വായിച്ചു കേട്ടു. തെൻകനി ടൂർ സംഘടിപ്പിച്ചു. സഹപാഠികളുടെ പ്രൊഫൈൽ അവതരണം, ഓർമ്മക്കുറിപ്പ് അവതരണം, ഇതൊക്കെ ഒരു വേറിട്ട അനുഭവമായിരുന്നു നമുക്ക്. അതുപോലെ ഞാനും എനിക്കുള്ളതെല്ലാം എന്റെ സ്വന്തം എന്ന കാഴ്ചപ്പാടിലേക്ക് ലോകം അല്ലെങ്കിൽ വ്യക്തികളും ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ വേദനിക്കുന്നവരുടെ മനസ്സറിയുന്ന, പങ്കുവെക്കുന്ന ആർദ്രതയുടെ ഒരു മുഖമായി നമ്മുടെ തേൻകനിയുടെ ചാരിറ്റിക്ക് മാറുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ആ ചാരിറ്റിയുടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നമ്മൾ സജീവമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം സഹപാഠികളുടെ മാതാപിതാക്കളുടെ മരണം, ജീവിത പങ്കാളികളുടെ മരണം, പ്രതിഭ ഗുരുനാഥന്റെ മരണം, ഈ അവസരത്തിലൊക്കെ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ അനുശോചനം അറിയിക്കുകയും ആ കുടുംബങ്ങളിലൊക്കെ പോവുകയും ആ കുടുംബങ്ങളുടെ ദുഃഖത്തെ നമ്മൾ പങ്കുവരികയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഈ കൂട്ടായ്മയുടെ പ്രാധാന്യം അല്ലെങ്കിൽ വിജയം എന്ന് പറയുന്നത്. ഇതൊക്കെ നമുക്ക് നടത്തുവാനായിട്ട് സാധിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. നമ്മുടെ തേൻകനി ഗ്രൂപ്പ് പോലെ ഇത്രയും സജീവമായി നിലനിൽക്കുന്ന മറ്റൊരു ഗ്രൂപ്പ് ഇല്ല എന്ന് പറഞ്ഞ് എനിക്ക് സന്തോഷമുണ്ട്. നമ്മുടെ പോൾ പി വർഗീസ് ഈ ഗ്രൂപ്പിന് നെടുന്തൂണായി നിൽക്കുന്നു എന്ന് തന്നെ പറയുന്നത് വളരെ ചാരിതാർത്ഥ്യമുണ്ട്. നിലവിലുള്ള കമ്മിറ്റി വളരെ നന്നായി തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 14 മാസങ്ങൾക്കിടയിൽ 2 സംഗമം നടത്താൻ നമുക്ക് സാധിച്ചു. എന്നാൽ എല്ലാ വർഷവും സംഗമം നടത്താൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. പ്രത്യേകിച്ച് സഹപാഠികൾക്കും കമ്മിറ്റിക്കും ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് ഇനി ഒന്നിടവിട്ട വർഷങ്ങളിൽ സംഗമം നടത്താം. അങ്ങനെ തെരഞ്ഞെടുക്കുന്ന ഒരു കമ്മിറ്റിക്ക് 2 വർഷത്തെ കാലാവധി നിശ്ചയിക്കണം എന്നതാണ് എന്റെ വ്യക്തിപരമായ. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഇനി മറ്റു കാര്യങ്ങൾക്ക് പങ്കുവെക്കാനുള്ളത് കൊണ്ടും നമ്മുടെ അധ്യാപകർ ഇവിടെ വേദിയിലുള്ളത് കൊണ്ടും ഞാൻ കാര്യത്തിലേക്ക് ചുരുങ്ങുകയാണ്. ഇനി പുതുതായി വരുന്ന കമ്മിറ്റിക്ക് നമ്മുടെ തേൻകനിയെ കൂടുതൽ സജീവമായി നിലനിർത്തുവാനും മുന്നോട്ട് നയിക്കുവാനും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഏവർക്കും മെയ് ദിനത്തിന് മംഗളങ്ങൾ നേർന്നുകൊണ്ടും ഞാൻ എന്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം. താങ്ക് യു മാത്യു. അടുത്തതായി നമുക്കൊരു ഗാനം, മതമൈത്രി ഗാനത്തിനായി നമ്മുടെ ഹരിയെ ക്ഷണിക്കുന്നു. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു. മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണു പങ്കുവച്ചു, മനസ്സു പങ്കുവച്ചു. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു. ഹിന്ദുവായി മുസൽമാൻ
മനസ്സു പങ്കുവച്ചു മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു. സത്യമെവിടെ, സൗന്ദര്യമെവിടെ, സ്വാതന്ത്ര്യമെവിടെ, നമ്മുടെ രക്തബന്ധങ്ങളെവിടെ, നിത്യസ്നേഹങ്ങളെവിടെ? സത്യമെവിടെ, സൗന്ദര്യമെവിടെ, സ്വാതന്ത്ര്യമെവിടെ, നമ്മുടെ രക്തബന്ധങ്ങളെവിടെ, നിത്യസ്നേഹങ്ങളെവിടെ? ആയിരം യുഗങ്ങളിലൊരിക്കൽ വരാനുള്ള അവതാരങ്ങളെവിടെ? മനുഷ്യൻ തെരുവിൽ മരിക്കുന്നു, മതങ്ങൾ ചിരിക്കുന്നു. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു. മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണു പങ്കുവച്ചു, മനസ്സു പങ്കുവച്ചു. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു. താങ്ക് യു ഹരി. സന്ദേശം നൽകുന്നതിനായി സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീ ബിജോയ് സാറിനെ ഹാർദവമായി ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന അധ്യക്ഷൻ മാത്യുച്ചേട്ടൻ, മറ്റ് വിശിഷ്ടാതിഥികളെ, വന്ധ്യ ഗുരുഭൂതരെ, മാത്യുച്ചേട്ടൻ ഇങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് എന്നെ വിളിച്ചത്. അപ്പൊ ഞാൻ അത്രമേൽ പ്രാധാന്യമുണ്ട് എന്നെനിക്ക് തോന്നി. ഞാൻ സ്ഥലത്തില്ലായിരുന്നു, ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. എന്റെ നാട്ടിലേക്ക് ഒരാളെ വിളിച്ച്, അവിടുന്ന് പിന്നെ എന്റെ ചേട്ടനെ വിളിച്ച്, എന്നിട്ടും കിട്ടിയില്ല. പിന്നെ വന്നപ്പോഴാണ് ഞാൻ തിരിച്ചു വിളിച്ചു, പിന്നെ സ്കൂളിൽ വന്ന് വിളിച്ചു. അപ്പൊ അത്രമേൽ പ്രാധാന്യമുണ്ട് എന്നെനിക്ക് തോന്നിയതുകൊണ്ട് സ്കൂളിൽ വന്ന് വിളിച്ച് ഞാൻ വന്നു. ശരിയാണ്, ഞാൻ ഇവിടെ കോടഞ്ചേരി ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി എല്ലാം കൂടെ 20 വർഷത്തോളമായി. പക്ഷെ ഈ കഴിഞ്ഞ ഒരു 4 വർഷങ്ങളിലായിട്ടാണ് ഏറ്റവും കൂടുതൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം കോടഞ്ചേരി സ്കൂളിന്റെ പേരിൽ വന്നിട്ടുള്ളത്. അഡ്രസ്സ് ചോദിച്ച് ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്നിട്ടും ഈ 3-4 വർഷങ്ങളിലാണ്. വരുന്ന എല്ലാവർക്കും ഞാൻ അഡ്മിഷൻ രജിസ്റ്റർ അങ്ങ് എടുത്തു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ അവിടെ ഇരുന്ന് അഡ്രസ്സ് എഴുതി എടുത്തോളാനും പറഞ്ഞുകൊണ്ട്. കാരണം ഇതൊരു ഇന്നിന്റെ ഒരു ആവശ്യമാണ് ഈ സൗഹൃദ കൂട്ടായ്മകൾ. നമുക്കറിയാം, എവിടെ ചെന്നാലും ഇപ്പോൾ പലതരത്തിലുള്ള അസോസിയേഷൻ കൂട്ടായ്മകളുണ്ട്, ജനസദസ്സുകളുണ്ട്, കുടുംബ സദസ്സുകളുണ്ട്, റെസിഡൻസ് അസോസിയേഷനുകളുണ്ട്, പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളുണ്ട്, അധ്യാപക സംഗമങ്ങളുണ്ട്. ഇതെല്ലാം ലക്ഷ്യം വെക്കുന്നത് എന്തുകൊണ്ടാണ് ജനങ്ങൾ ഇങ്ങനെ കൂടുന്നത് എന്ന് ചോദിക്കുമ്പോൾ എന്തൊക്കെയോ എവിടെയൊക്കെയോ ഒറ്റപ്പെടലുകൾ ഉണ്ടാകുന്നു. ആ ഒറ്റപ്പെടലുകളിൽ നിന്നും ഒരു കൂട്ടായ്മ എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പഴയകാല ഓർമ്മകൾ. റെസിഡൻസ് അസോസിയേഷനുകളോ കുടുംബ സദസ്സുകളോ ഒക്കെ ഒരു താൽക്കാലികം മാത്രമാണ്. ഇത് നമ്മുടെ ബാല്യകാല, കൗമാരകാല മധുരസ്മരണകള് അയവിറക്കിക്കൊണ്ട് ഒത്തുകൂടുമ്പോൾ അതിലൊരുപാട് സൗഹൃദമുണ്ട്. നമുക്കറിയാം, നമ്മളൊക്കെ ജീവിതത്തിൽ ഓരോ പൊസിഷനിൽ എത്തിയതാണ്. കർഷകരുണ്ട്, ജോലിക്കാരുണ്ട്. പ്രായം നോക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ സാറുമാരായി മറ്റുള്ളവർ നമ്മളെ വിളിക്കും. ഔസേപ്പൻ ചേട്ടനോ ഷാജു ചേട്ടനോ ഒക്കെ ആയി നമ്മൾ ചേട്ടന്മാരായിട്ട് മാറും. ആരും നമ്മളെ എടാ പോടാ നീ എന്ന് വിളിക്കാൻ പിന്നെ ആരും ഉണ്ടാവൂല. പക്ഷെ നമുക്കറിയാം, നമ്മുടെ ആ കൂട്ടായ്മ സൗഹൃദം എന്ന് പറയുന്നത് നമ്മളെ ഒരാള് എടാ എന്നൊക്കെ വിളിക്കുമ്പോൾ നമ്മൾ എത്രയോ പ്രായം കുറഞ്ഞവരായിട്ട് തോന്നുകയും നമുക്ക് ഉള്ളിന്റെ ഉള്ളിലൊരു സന്തോഷം വരികയും ചെയ്യും.
ചിലപ്പോൾ സമപ്രായക്കാരും കൂട്ടുകാരും ഒക്കെ എൻ്റെ സ്റ്റാഫ് റൂമിൽ തന്നെ ഉള്ളപ്പോൾ സാറേന്ന് വിളിക്കുമ്പോൾ അല്ലെങ്കിൽ താന്ന് വിളിക്കുമ്പോൾ ഞാൻ അവരെ ശാസിച്ചിട്ട് പറയാം, നീ നിന്റെ പണി നോക്ക്, നിനക്ക് പേര് വിളിച്ചുകൂടെ, അല്ലെങ്കിൽ എടാ പോടാന്ന് വിളിച്ചുകൂടെ എന്ന് ചോദിക്കുക. അപ്പൊ അവിടെയാണ് ഒരു സൗഹൃദം ഉള്ളത്. ഇപ്പൊ നിങ്ങളെല്ലാം ഓരോ പൊസിഷനുള്ളവര്, അല്ലെങ്കിൽ പ്രായം കൊണ്ട് ചേട്ടന്മാരായി, ചാച്ചന്മാരായി, അപ്പച്ചന്മാരായി, ഈ കൂട്ടായ്മയിലാണ് ഒരു എടാ പോടാ വിളിച്ച് നമ്മുടെ ആ സൗഹൃദം പങ്കിടാൻ സാധിക്കുന്ന മനസ്സൊന്ന് തെളിയുന്നത്. ആ പൂർവ്വ അധ്യാപകരെ കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം. ഏതോ ഒരു വാട്സപ്പ് കൂട്ടായ്മയിൽ കണ്ടു, കൈ കൊടുത്ത് അധ്യാപകരോട് അടി വാങ്ങുന്നത്. അക്കാലഘട്ടത്തിൽ നമുക്കൊന്നും ഒരധ്യാപകൻ അന്നേരം പേടിയുണ്ടെങ്കിലും പിന്നീട് ആ അടിയൊക്കെ ഒരു സന്തോഷകരമായ ഒരു അവസ്ഥയിലായിട്ടാണ് നമ്മളെ നയിച്ചിട്ടുള്ളത്. അന്ന് നമ്മളെ അടിച്ചു എന്ന പേരില് ഒരധ്യാപകനെയും നമ്മൾ പ്രാകുകയോ അല്ലെങ്കിൽ ശപിക്കുകയോ വെറുക്കുകയോ ചെയ്തിട്ടില്ല. ഇന്ന് പ്രസിഡന്റ് പറഞ്ഞതുപോലെ അധ്യാപകർക്ക് കുട്ടികളെ ഭയമാണ്. അടിക്കാൻ പേടി, വഴക്ക് പറയാൻ പേടി, നോക്കാൻ പേടി. ഒരു തൊഴിലുമില്ലാത്ത ഒരു ബാലാവകാശ കമ്മീഷനുണ്ട്. നോക്കിയാൽ അധ്യാപകൻ കുടുങ്ങി, അവന്റെ മാനസിക വിഷമം. അടിച്ചാൽ കുടുങ്ങി, വഴക്ക് പറഞ്ഞാൽ കുടുങ്ങി, ശാസിച്ചാൽ കുടുങ്ങി. അധ്യാപകർ ശരിക്കും ഭയം തന്നെയാണ്. ആ സമയത്താണ് ഇപ്പോൾ ഏതായി 2 ഹൈക്കോടതി ജഡ്ജിമാരുടെ വിധി വന്നിട്ടുള്ളത്. ന്യായമായ കാര്യങ്ങളിൽ ശിക്ഷിക്കാം, വടിയെടുക്കാം എന്നുള്ള ഒരു അല്പ ആശ്വാസം വന്നിട്ടുള്ളത്. നല്ല തർക്കമാണ് അധ്യാപകരുമായിട്ട് കുട്ടികൾ. പണ്ട് രാഷ്ട്രീയമായിട്ട് കുറച്ച് ബഹളവും സമരവും ഉണ്ടാവുമെങ്കിലും അധ്യാപകരെ ബഹുമാനവും ഭയവുമായിരുന്നു. ഇന്നതില്ല. ഞാൻ ഈ കഴിഞ്ഞ ജൂണിലാണ്, ഇത്രയും നാൾ ഹെഡ്മാസ്റ്ററായിരുന്നു, പ്രിൻസിപ്പളായിട്ട് മാറിയത്. നമ്മുടെ സ്കൂളിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. എന്നാലും ഒരുപാട് അനുഭവങ്ങൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് മുമ്പേ പ്രിൻസിപ്പളായ ആൾ ശിവചൻ സാർ ഇവിടെയുണ്ട്. കഴിഞ്ഞ കൊല്ലം ഒരു ഇഷ്യൂ വന്നപ്പോൾ ഒരു യൂണിഫോം ഇട്ടുകൊണ്ട് വണ്ടി ഓടിക്കുന്ന ഒരു കുട്ടിയെ പിടിച്ച് ഞാൻ ചോദിച്ചപ്പോൾ, നീ എന്നാണ് ഇതിലെ വണ്ടി ഓടിച്ചു പോകുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പം, അത് നിങ്ങൾ നോക്കണ്ട, അത് സ്കൂൾ ടൈം കഴിഞ്ഞിട്ടല്ലേ എന്നാണ് ഒരു പ്രിൻസിപ്പാളിനോട് ഒരു കുട്ടി പറയുന്നത്. നിങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ അങ്ങനെ സംഭവിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ ഇതാണ് പറയുന്നത്, കാലം മാറിയപ്പോൾ ഗുരുശിഷ്യ ബന്ധം മാറി. പക്ഷെ നമ്മളെ പഠിപ്പിച്ച ഗുരുക്കന്മാരെ കാണുമ്പോൾ നമ്മൾ അറിയാതെ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് പോകും, അറിയാതെ മുണ്ടഴിച്ചിടും. ആ അടിയെ മധുരസ്മരണയോടെ നമ്മൾ ഇന്ന് ഓർക്കും. ഇന്നൊക്കെ വരാന്തകളിലൂടെ നമ്മളൊന്ന് നടന്നാൽ, ഒരു പ്രിൻസിപ്പൾ നടന്നാൽ, കാലുമേ കാലും കയറ്റി വെച്ചിരിക്കുന്ന ഒരു കുട്ടി അപൂർവം, നല്ല തറവാട്ടി പറഞ്ഞ ഏതെങ്കിലും കുട്ടികൾ എഴുന്നേറ്റെന്നല്ലാതെ ആരും അങ്ങനെ എഴുന്നേക്കാറില്ല. നമ്മൾ ബഹുമാനം ചോദിച്ച് വാങ്ങാറുമില്ല കേട്ടോ, പൊതു ഉപദേശം കൊടുക്കുമെന്നല്ലാതെ. അപ്പം തലമുറ മാറിയപ്പോൾ ഗുരുശിഷ്യ ബന്ധത്തിലുണ്ടായ ആ വിടൽ ഞാൻ പറയുകയത്. ഇപ്പോൾ നമുക്കിവിടെ കുറെ അധ്യാപകർ ഇവിടെ വന്നിട്ടുണ്ട്, ഓഫീസ് സ്റ്റാഫും വന്നിട്ടുണ്ട്. ഇത് കുറെ പേരെ ഞാൻ അറിയുന്നതുമാണ്. ഈ കുമ്മണി സാറിന്റെ ഒക്കെ ഒഴിവിലേക്കാണ് ഞാൻ കോടഞ്ചേരിയിലേക്ക് വരുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കൂട്ടായ്മകളിൽ നിങ്ങളുടെ റിപ്പോർട്ട് വായിച്ചപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത്, ഇതൊരു പരസ്പര താങ്ങാണ്. മക്കളില്ലാതെ ഒന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ആളില്ലാതെ ബുദ്ധിമുട്ടുന്ന ആൾക്കാരിന്നുണ്ട്. അപ്പോൾ എടാ നീ ഒന്ന് വരാവോ എന്ന് വിളിച്ചു ചോദിക്കാൻ ഈ കൂട്ടായ്മയിൽ ഒരാളെ വിളിച്ചാൽ ഓടി അവിടെ എത്തുന്നു. ലീവ് എടുത്ത് ഡേറ്റ് ഇട്ട് ആശുപത്രിയിൽ പോയി നിൽക്കാൻ മക്കളില്ല, അയൽപക്ക ബന്ധങ്ങൾ കുറവായതുകൊണ്ട് അതുമില്ല. പക്ഷെ നമ്മുടെ ഈ കൂട്ടായ്മയിൽ ഒരാളെ കിട്ടുമ്പോൾ ഈ കൂട്ടായ്മയുടെ പ്രസക്തി അവിടെയാണ്. അല്ലാതെ ഇങ്ങനെ ഒന്ന് കൂടുന്നത് കൊണ്ട് ഒരു ഭക്ഷണം കഴിച്ച് പിരിയുന്നതോ മാത്രമല്ല, അങ്ങനെ ഒരു ചാരിറ്റബിൾ, ഒരു സൗഹൃദം, ആവശ്യ നേരങ്ങളിൽ സഹായിക്കാനുള്ള ഒരു കൂട്ടായ്മ, അതാണ് ഇതിന്റെ ഏറ്റവും വലുത്. നമുക്ക് മക്കളോട് അല്ലെങ്കിൽ നമ്മളെ അയൽവക്കക്കാരോട് തുറന്ന് സംസാരിക്കുന്നതിനേക്കാളും ഉള്ളു തുറന്ന് നമ്മുടെ അവസ്ഥകൾ പറയാൻ സാധിക്കും നമ്മുടെ ഈ ഒപ്പം പഠിച്ചവരാണ്, കൂട്ടായ്മയാണ്. അപ്പൊ നമ്മുടെ മനസ്സ് തുറക്കും. അമേരിക്കയിൽ നടന്ന പഠനം കാണിക്കുന്നത് നല്ല സൗഹൃദമുള്ളവർക്ക് ആയുസ് കൂടുന്നു എന്നാണ്. ദീർഘകാലത്തെ പഠനം ഒരു ദിവസം പത്രത്തിൽ വന്ന് ഞാൻ വായിച്ചത് ഓർക്കുകയാണ്. നല്ല സൗഹൃദം ആയുസ്സിനെ കൂട്ടുന്നു, ആരോഗ്യം വർദ്ധിപ്പിക്കുന്നു, രോഗം കുറയ്ക്കുന്നു. ഇപ്പൊ വാട്സപ്പ് കൂട്ടായ്മയിലൂടെയും ഇതുപോലെയുള്ള സൗഹൃദങ്ങളിലൂടെയും നമ്മുടെ ആയുസ് വർദ്ധിപ്പിക്കുവാനും നമ്മുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുവാനും സാധിക്കും. അതുകൊണ്ട് ഇതുപോലെയുള്ള കൂട്ടായ്മകൾ ഇനിയും തുടരട്ടെ എന്നും, ചാരിറ്റബിൾ, നമ്മുടെ കൂട്ടായ്മയിലുള്ള പല മേഖലകളിലുണ്ടാവുമല്ലോ, പ്രായമായവരുണ്ടാവും, രോഗികളുണ്ടാവും, കർഷകരുണ്ടാവും, മക്കളെ പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടുന്നവരുണ്ടാവും. അവരെയൊക്കെ സഹായിക്കാൻ ഉള്ളവർ കയ്യിൽ നിന്ന് എടുത്തു കൊടുക്കുമ്പോൾ അവർക്കും അതൊരു ഗുണമാവുകയും ചെയ്യും. നിങ്ങളുടെ റിപ്പോർട്ടിൽ അത്തരം കാര്യങ്ങൾ കണ്ടതിൽ ഒത്തിരി സന്തോഷമുണ്ട്. കഴിഞ്ഞ ആഴ്ച ഈ 28-ാം തീയതി, ഈ തിങ്കളാഴ്ച, ഞാനും ഒരു ഇതുപോലെയുള്ള ഒരു TTC ബാച്ചിന്റെ
അധ്യാപകനാകുന്ന ട്രെയിനിങ്ങിന്റെ അതിന്റെ ഒരു കൂട്ടായ്മ ഇവിടെ കോഴിക്കോട് കൂടിയിട്ട് വന്നതാണ്. 34 വർഷത്തിന് മുമ്പ് നടന്നതാണ്. അതിനുശേഷം ആദ്യമായിട്ടാണ് ആ കൂട്ടായ്മ നടക്കുന്നത്. തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ 14 ജില്ലകളിലെയും ആൾക്കാര്, അതിൽ എല്ലാവരും എത്തിയില്ല. അന്ന് ഞങ്ങൾ തിരുവല്ലയിൽ പഠിച്ചപ്പോഴുണ്ടായിരുന്നു. അപ്പോൾ ഈ കേരളത്തിലെ അവരുടെയൊക്കെ മിക്കവാറും വീടുകളിൽ പോയിട്ടുമുണ്ട്. കേരളം മൊത്തം എല്ലാ ജില്ലകളിലൂടെയും കറങ്ങാൻ സാധിച്ചിട്ടുമുണ്ട് ഇത്തരം കൂട്ടായ്മകളിലൂടെ. പിന്നെ വീടിന്റെ കൂട്ടായ്മകൾ കോഴിക്കോട് വെച്ച് നടന്നു കഴിഞ്ഞ വർഷം അതിനും. അപ്പൊ അതിലൊക്കെ വളരെ സന്തോഷത്തോടെ പങ്കെടുക്കുമ്പോൾ ആ എടാപോടാ വിളികളൊക്കെ കേട്ട് ഉന്തും തള്ളും തമാശയൊക്കെ ആയിട്ട് നടക്കുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ മറക്കാൻ സാധിക്കും. അധ്യാപകനായിട്ടോ ഒരു പ്രിൻസിപ്പളൊക്കെ ആയിട്ടിരിക്കുമ്പോൾ ഒരു ബഹുമാന സൂചകമായ വിളികളല്ലാതെ ഇങ്ങനെയുള്ള സൗഹൃദം നമുക്ക് വളരെ അപൂർവമായിട്ടല്ലേ കിട്ടുകയുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ തുടരട്ടെ. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർ, കാരണം ഇത്രയും ആൾക്കാരെയൊക്കെ വിളിച്ചു കൂട്ടുക എന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടുണ്ട്. സംഘാടക സമിതി ഒരുപാട് അധ്വാനിച്ചു. വിവിധ സ്ഥലങ്ങളിൽ നിന്നും ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഇവിടെ എത്തി. അപ്പോൾ ഈ സൗഹൃദ കൂട്ടായ്മ, ഈ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ആ നാമധേയം എന്നും നിങ്ങളിലൂടെയും ഉയർന്നു നിൽക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമ്മുടെ ഹയർ സെക്കൻഡറിയുടെ 25 വർഷമായിട്ട് ഈ വർഷം വലിയ ആർഭാടമൊന്നുമില്ലാതെ ഞാനതിന്റെ സിൽവർ ജൂബിലി ചെറുതായിട്ടൊക്കെ ഞങ്ങൾ ആഘോഷിക്കുന്നുണ്ട്. ഈ മെയ് 27-ന് അവിടെ ഞങ്ങൾ ഒരു അധ്യാപക സംഗമം വിളിച്ചിട്ടുണ്ട്. ഓഗസ്റ്റിലേക്ക് ഓണാവധിക്ക് ഞങ്ങൾ പൂർവ്വ വിദ്യാർത്ഥി സംഗമവും വിളിക്കുന്നുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അത് ഹയർ സെക്കൻഡറിയുടെ മാത്രമാണ് കേട്ടോ, കാരണം അവിടെ 25 വർഷമായി, 2000-ൽ തുടങ്ങിയതാണ്. അപ്പം അവിടെയും പൂർവാധ്യാപക സംഗമവും പൂർവ്വ വിദ്യാർത്ഥി സംഗമവും ഞങ്ങൾ വിളിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ഏതായാലും അവിടുത്തെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളല്ലാതുകൊണ്ട് നിങ്ങൾ ചിലപ്പോൾ ക്ഷണിക്കപ്പെടുകയില്ല. പക്ഷേ ഹൈസ്കൂൾ വിദ്യാർത്ഥികളായിരുന്നല്ലോ നിങ്ങൾ. അപ്പോൾ ഈ പഴമ, ആ വിദ്യാലയത്തിന്റെ ഹയർ സെക്കൻഡറിയുടെ ചെറിയ ഏതൊരു കഷ്ണം മാത്രമേ നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഇപ്പോൾ അവിടെ ഉള്ളൂ. കാലങ്ങൾ മാറിയപ്പോൾ കെട്ടിടങ്ങളും മാറി, എല്ലാ സംവിധാനവും മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ പഴയ മധുരസ്മരണകൾ അയവിറക്കിക്കൊണ്ട് ഇന്നത്തെ ഏറ്റവും സന്തോഷകരമാകട്ടെ എന്ന് ONV പാടിയതുപോലെ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു വട്ടം കൂടിയ പഴയ വിദ്യാലയ തിരുമുറ്റത്തെത്തുവാൻ മോഹം. അത്ര മനോഹരമായാണ് അല്ലെ? അവസാനം പിന്നെ പറയുന്നുണ്ട്, ഒരുപാട് മോഹങ്ങൾ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. പക്ഷെ എന്നാലും തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്ന നെല്ലിം ഒന്ന് ഉലത്തുവാൻ, ആ നെല്ലിമരത്തിൽ കയറുമ്പോഴും മാവിൽ കയറുമ്പോഴും ബെഞ്ചിന് വേണ്ടി പിടിവലി കൂടുമ്പോഴും ഒക്കെയുള്ള അധ്യാപകന്റെ ആ വഴക്കും തല്ലും പിന്നീടുള്ള ആ സൗഹൃദവും അങ്ങനെയുള്ള മധുരസ്മരണകൾ അയവിറക്കിക്കൊണ്ട് ഇന്നത്തെ നിങ്ങളുടെ ഈ കൂട്ടായ്മ ഏറ്റവും സന്തോഷകരമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. അടുത്തതായി കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് മെമ്പറും നമ്മുടെ സഹപാഠിയുമായ ലിസി ചാക്കോയെ ആശംസ അർപ്പിക്കുന്നതിനായി ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമത്തിലേക്ക് കടന്നു വന്ന് ഈ പരിപാടിയുടെ അധ്യക്ഷപദം അലങ്കരിച്ച ബഹുമാന്യനായ പ്രസിഡന്റ് മാത്യു TT അവർ, ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ അലക്സ് തോമസ് ചെമ്പശ്ശേരി, വേദിയിലെ ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, പ്രിയമുള്ള ആധുനികരായ അധ്യാപകരെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, സുഹൃത്തുക്കളെ, ഏറെ സന്തോഷത്തോടെ അഭിമാനത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. കാരണം സന്തോഷം എന്താണെന്ന് ചോദിച്ചാൽ 44 വർഷങ്ങൾക്ക് ശേഷം കണ്ടവരും ഉണ്ട് ഇവിടെ. അതുപോലെ തന്നെ കൂടുതലായി നിങ്ങളെല്ലാവരെയും ഒത്തൊരുമിച്ചൊന്ന് കാണാനുള്ള ഒരവസരമാണിത്. അതുപോലെ അഭിമാനം എന്ന് പറയുന്നത് നമുക്കറിയാം, ഇത്ര മനോഹരമായി ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കും. നമ്മുടെ എല്ലാവരുടെയും ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനത്തിൽ ഈ പരിപാടി ഇത്ര മനോഹരമായി ഇവിടെ സംഘടിപ്പിക്കാൻ സാധിച്ചതിൽ വളരെ അഭിമാനം തോന്നുന്നുണ്ട്. നമുക്കറിയാം, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പരസ്പരം ഒന്ന് കാണാനും സൗഹൃദം പങ്കുവെക്കാനും ഒക്കെയുള്ള ഒരു വേദിയാണിത്. ഇത് നമ്മൾ മിസ്സാക്കി കളയാതെ പരമാവധി ഉപയോഗിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇവിടെ മുൻപ് പ്രസംഗിച്ചവരെല്ലാം സംസാരിക്കുകയുണ്ടായി. ആ ഒരു സംസാരത്തിൽ നമുക്കറിയാം, എല്ലാം ഇന്ന് കൂടുതലും ആളുകൾ, പിള്ളേരെല്ലാം ജോലിക്ക് പോയവരും കല്യാണം കഴിച്ചു വിട്ടവരും അതുപോലെ തന്നെ അപ്പനും അമ്മയും മാത്രം വീട്ടിലുള്ളവരും മാത്രമാണ് കൂടുതലായിട്ട് ഇവിടെ ഉള്ളത്. അവരെ പോലെയുള്ളവർക്ക് ഇത്തരം സംഗമങ്ങളും ഒക്കെ വളരെ നല്ലതാണ്. കാരണം ഒന്നൊന്നിച്ചു കൂടുവാനും സംസാരിക്കാനും കാര്യങ്ങളൊക്കെ പറ്റി പറയാനൊക്കെ ആയിട്ട് ഏറ്റവും നല്ലൊരു അവസരമൊക്കെയാണ് ഇത് കിട്ടുന്നത്. ഇത് നമ്മൾ ഒരിക്കലും ഒഴിവാക്കരുത്. കൂടുതലായി ഞാനൊന്നും പറയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കുറെ അധ്യാപകർ ഇരിപ്പുണ്ട്, നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകര്. അതായത് നമുക്കറിയാം അവരുടെ ജീവിതത്തിന്റെ
ഏറിയ പങ്കും നമുക്ക് വേണ്ടി, നമുക്ക് അറിവും ജ്ഞാനവും എല്ലാം പകർന്നു നൽകുന്നതിന് വേണ്ടി നമുക്ക് വേണ്ടി ജീവിച്ച കുറെ അധ്യാപകരാണ് ഇവിടെ ഇരിക്കുന്നത്. അവരോട് വന്നതിന് അവരെ പ്രത്യേകം നന്ദി പറയുകയും അതുപോലെ തന്നെ കുറച്ച് അനധ്യാപകരുമുണ്ട്. അവർക്ക് എല്ലാവർക്കും പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. പിന്നെ നമ്മുടെ ഈ സംഗമത്തിന്റെ വിജയത്തിൽ നമുക്കറിയാം 2-3 മാസമായി കമ്മിറ്റികൾ കൂടുകയും ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഒട്ടനവധി പേരുണ്ട്. നമ്മുടെ പോള്, അതുപോലെ തന്നെ മാത്യു, പിന്നെ ഓരോരുത്തരുടെയും പേരെടുത്ത് പറയുന്നില്ല. കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരും പൂർണ്ണമായിട്ട് സഹകരിച്ച് ഒത്തിരി പ്രവർത്തിച്ച് കൊണ്ടാണ് ഇത്ര വിജയകരമായിട്ട് ഇത് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചത്. അവരെല്ലാം ഈ ഒരു അവസരത്തിൽ നന്ദിയോടെ ഓർക്കുകയാണ്. പിന്നെ ഈ പരിപാടി നല്ലത്, നമുക്കറിയാം, റിപ്പോർട്ട് വായിച്ചപ്പോൾ നമ്മൾ കേട്ടു ഒത്തിരി ചാരിറ്റി പ്രവർത്തനങ്ങളും നല്ല നല്ല പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ നമുക്ക് ഇനിയും സാധിക്കട്ടെ. വേറിട്ട പ്രവർത്തനങ്ങൾക്കാണ് നമുക്ക് മുൻതൂക്കം നൽകിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇതിനെല്ലാവരും നമ്മുടെ ഒരു കൂട്ടായ പരിശ്രമം ആവശ്യമാണ്. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കഴിഞ്ഞുപോയ കാലം കാറ്റിനക്കരെ, കൊഴിഞ്ഞു വീണ രാഗം കടലിനക്കരെ, ഓർമ്മകളെ നിന്നെ ഓർത്തു കരയുന്നു ഞാൻ, നിന്റെ ഓർമ്മകളിൽ വീണുടഞ്ഞു കരയുന്നു ഞാൻ. കഴിഞ്ഞുപോയ കാലം കാറ്റിനക്കരെ, കൊഴിഞ്ഞു വീണ രാഗം കടലിനക്കരെ, ദേവദാരു പൂത്ത കാലം നീ മറന്നുവോ, പ്രിയേ ദേവതമാർ ചൂടി തന്ന പൂ മറന്നുവോ, ദേവദാരു പൂത്ത കാലം നീ മറന്നുവോ, പ്രിയേ ദേവതമാർ ചൂടി തന്ന പൂ മറന്നുവോ, ദേവിയായി വന്നണഞ്ഞൊരെന്റെ സ്വപ്നമേ, ദേവലോകമിന്നെനിക്കു നഷ്ടസ്വർഗമോ, ദേവിയായി വന്നണഞ്ഞൊരെന്റെ സ്വപ്നമേ, ദേവലോകമിന്നെനിക്കു നഷ്ടസ്വർഗമോ, കഴിഞ്ഞുപോയ കാലം കാറ്റിനക്കരെ, കൊഴിഞ്ഞു വീണ രാഗം കടലിനക്കരെ, മഞ്ഞലയിൽ മുങ്ങി നിന്ന തിങ്കളല്ലയോ, പ്രിയേ തമ്പുരുവിൽ തങ്ങി നിന്ന കാവ്യമല്ലയോ, മഞ്ഞലയിൽ മുങ്ങി നിന്ന തിങ്കളല്ലയോ, പ്രിയേ തമ്പുരുവിൽ തങ്ങി നിന്ന കാവ്യമല്ലയോ, കരളിനുള്ളിലൂറി നന്നൊരെന്റെ രാഗമേ, കരയരുതേ എന്നിയോർത്തു തേങ്ങരുതേ നീ, കരളിനുള്ളിലൂറി വന്നൊരെന്റെ രാഗമേ, കരയരുതേ എന്നിയോർത്തു തേങ്ങരുതേ നീ, കഴിഞ്ഞുപോയ കാലം കാറ്റിനക്കരെ, കൊഴിഞ്ഞു വീണ രാഗം കടലിനക്കരെ, ഓർമ്മകളെ നിന്നെ ഓർത്തു കരയുന്നു ഞാൻ, നിന്റെ ഓർമ്മകളിൽ വീണുടഞ്ഞു പിഴയുന്നു ഞാൻ. കഴിഞ്ഞുപോയ കാലം കാറ്റിനക്കരെ, കൊഴിഞ്ഞുപോയ രാഗം കടലിനക്കരെ. താങ്ക് യു ലീലാമ്മ. നമ്മുടെ പ്രിയ ജോളിക്കുട്ടി സിസ്റ്റർ ജോളി റോസിനെ ആശംസയ്ക്കായി ക്ഷണിക്കുന്നു. സദസ്സിലും വേദിയിലുമായിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹപാഠികളെ, പ്രിയപ്പെട്ട ഗുരുഭൂതരെ, ഏറെ സ്നേഹത്തോടെ ഏറെ സന്തോഷത്തോടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുവാൻ ഞാൻ ഈ 2ാം വട്ടവും എനിക്ക് വരുവാൻ സാധിച്ചു. നമ്മുടെ പ്രിയപ്പെട്ട ഗുരുഭൂതരെ, മലയാളവും ഇംഗ്ലീഷും കണക്കും സയൻസും ഒക്കെ പഠിപ്പിച്ചവരെ, ആ പഠിപ്പിച്ച ക്ലാസ്സിൽ അധ്യാപകൻ നിന്ന് പഠിപ്പിക്കുന്നത് ഓർത്തുകൊണ്ട് തന്നെ മനസ്സിലാക്കാൻ സാധിച്ചു മിക്കവരെയും. 2 പേരെ മാത്രം എന്നെ പഠിപ്പിച്ചവരല്ല, ബാക്കി വന്നവരെല്ലാവരും എന്നെ പഠിപ്പിച്ചവരാണ്. ഇങ്ങനെ ഒരു സംഗമത്തിന്
പ്രിയപ്പെട്ട ഗുരുഭൂതരെ കാണുക, അവരോട് സംസാരിക്കുക, അവരുടെ സ്നേഹം അനുഭവിക്കുക, നമ്മുടെ സ്നേഹം പങ്കിടുക. ഇതെല്ലാം ഒത്തിരി സ്നേഹത്തോടെ ഞാൻ ഈ അവസരത്തിൽ ഒന്നുകൂടി പറയുകയാണ്. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട സഹപാഠികൾ, 44 വർഷം ആകുമ്പോൾ, കഴിഞ്ഞ 43 വർഷമായപ്പോൾ നമ്മളൊന്ന് കൂടി, അന്ന് വളരെ ആവേശത്തോടെ സ്നേഹത്തോടെ സന്തോഷത്തോടെ വന്ന പലരും, മിക്കവരും ഇവിടെ എത്തിയിട്ടുണ്ട്. ചിലരെ മാത്രം കണ്ടില്ല, അവർക്ക് എന്തെങ്കിലും കാരണങ്ങളുണ്ടാവും. ഇന്ന് ഇവിടെ എത്തുവാൻ സാധിച്ച നമുക്ക് നന്നായി സന്തോഷത്തോടെ അഭിമാനത്തോടെ ആയിരിക്കാം. കാരണം ഇത്രയും പേരെ ഇവിടെ സംഘടിപ്പിക്കണമെങ്കിൽ ഈ 44 വർഷത്തെ വിടവ് നികത്തിക്കൊണ്ട് കഴിഞ്ഞ ഒരു വർഷം നമ്മുടെ സംഘാടക സമിതി ഒരു പോസിറ്റീവ് വൈബ് നമുക്ക് നൽകിക്കൊണ്ട് നമ്മുടെ ഈ പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ റിപ്പോർട്ടിൽ നിന്ന് വായിച്ചു കേട്ടു. അതൊക്കെ ഏറ്റവും ഭംഗിയായി ഇവിടെ അവതരിപ്പിച്ചു. അതെല്ലാം ചെയ്യുവാൻ ഇവരെ ശക്തരാക്കുന്നത് സഹചരോട്, സഹപാഠികളോട്, അതോടൊപ്പം തന്നെ നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മുടെ വേദനിക്കുന്ന സഹോദരങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ കൊണ്ടൊക്കെ ഇത് വളരെ പോസിറ്റീവ് എനർജി നൽകിക്കൊണ്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അവരാണ് ഇതിനെ ഇത്ര മനോഹരമാക്കിയത്. എന്ത് ഭംഗിയായിട്ടാണ്, സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും അതിന് പ്രസിഡന്റിനോട് ചേർന്ന് നമ്മുടെ ഡോക്ടർ പോൾ പി വർഗീസ് വളരെ ശക്തനായി നമ്മോടൊപ്പം ഉണ്ട്. അതോടൊപ്പം കൂട്ടിച്ചേർക്കാൻ എല്ലാവരെയും കൂട്ടിച്ചേർത്ത് എല്ലാവരുടെയും കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് അവരോട് അഭിപ്രായങ്ങൾ ആരാഞ്ഞുകൊണ്ട് ഇത് നടത്തുമ്പോൾ ഏറെ മനോഹരമായി. നമുക്കെല്ലാം ഒത്തിരി സന്തോഷമുണ്ട്. എല്ലാവരുടെ മുഖത്ത് നല്ല സന്തോഷം നിറഞ്ഞു നിൽക്കുന്നു. ഇതിന്റെ എല്ലാം ഈ ഒരു വർഷത്തെ പ്രവർത്തനങ്ങളാണ് നമ്മളെ ഇതിനെ ഈ ഗ്രൂപ്പിലൂടെ, നമ്മുടെ തെൻകനി 81 ഗ്രൂപ്പിന്റെ ലൈവായിട്ടുള്ളത്, യൂട്യൂബിലുള്ള പ്രവർത്തനങ്ങളിൽ എങ്ങനെ എല്ലാ കാര്യങ്ങളിലും പ്രൊഫൈൽ അവതരണം, അതിനൊക്കെ എന്ത് പ്രോത്സാഹനമാണ് അവർ തന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് എല്ലാവരെയും പരിചയപ്പെടുവാനും ഇപ്പൊ എന്തൊക്കെ നടക്കുന്നു, നമ്മുടെ ബാച്ചിലെ കുട്ടികൾ എന്തെല്ലാം ചെയ്യുന്നു, ബാച്ചിലെ അപ്പന്മാരും ഗ്രാൻഡ് പേരൻസും ഒക്കെ ആയവരുണ്ട്. എല്ലാ ഗ്രാൻഡ് പേരൻസ് ആണെങ്കിലും കുഞ്ഞു മക്കളെ പോലെ വിദ്യാലയ തിരുമുറ്റത്തെത്തിയ ഒരു പ്രതീതിയാണ് ഇന്ന് നമ്മുടെ എല്ലാവരുടെയും മുഖത്ത് കാണുവാൻ സാധിക്കുന്നത്. ഇതിനെല്ലാം പ്രവർത്തിച്ച നമ്മുടെ പ്രിയപ്പെട്ട കമ്മിറ്റി അംഗങ്ങളെ ഏറെ സ്നേഹത്തോടെ ഞാൻ ഓർക്കുകയാണ്. ഇനിയും ഇവർക്ക് കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്തുവാൻ വേണ്ട അനുഗ്രഹം ദൈവം തരട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം നമ്മുടെ ബാച്ച് ഏറ്റവും ഭംഗിയായി ഇപ്പോൾ പോകുന്നുണ്ടെങ്കിൽ, അതായത് ഈ ഒരു വർഷം കൊണ്ട് നമ്മൾ പഴയ സൗഹൃദങ്ങളെല്ലാം പുതുക്കി വീണ്ടും കാണുവാനും വീണ്ടും പല സമയത്തും ഒന്നിച്ചു കൂടുവാനും നമ്മുടെ ഗ്രൂപ്പിന്റെ പ്രതിനിധിയായി ഏറ്റവും വിശേഷപ്പെട്ട അവസരങ്ങളിലെല്ലാം ഇവർക്ക് ഒന്നുചേരുവാനും സാധിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കമ്മിറ്റി അംഗങ്ങളുടെ വലിയ സന്മനസ്സുകൊണ്ടാണ്. അതിനെ നമുക്ക് അതിൽ അഭിമാനിച്ചുകൊണ്ട് അവരെ നമുക്ക് അഭിനന്ദിക്കാം. ഇവർ മുൻനിരയിൽ നിന്ന് അതിന് ലോകത്തിന്റെ വലിയ വിശുദ്ധിയായ കൊച്ചുറേസ്യ പറഞ്ഞു, മുൻനിരയിലിരുന്ന് നിങ്ങൾ പൊരുതുന്നുണ്ടെങ്കിൽ ഞങ്ങൾ പിൻനിരയിലിരുന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നിങ്ങൾക്ക് ഊർജം പകരാം. അതാണ് എനിക്കൊക്കെ ചെയ്യാൻ പറ്റുന്നത്. അത് ഞാൻ എന്നും എൻ്റെ സഹപാഠികളെ ഓർക്കുന്നു, പ്രാർത്ഥനയിൽ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങനെയുള്ള ഗ്രൂപ്പിൽ സജീവമാകുവാൻ ഞാനും ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ടും കൂടുതൽ ചാരിറ്റി പ്രവർത്തനങ്ങൾ അങ്ങനെ നമ്മുടെ മക്കൾക്കും നമ്മുടെ കൊച്ചുമക്കൾക്കുമൊക്കെ നമ്മൾ മാതൃകയായി തീരുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും നിർത്തുന്നു.